നമസ്കാരം. എംബ്രേസ് ലൈഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത് എയർപോർട്ടിൽ നിന്ന് രണ്ടുപേരെ കൂട്ടി വരുന്ന സമയത്ത് അച്ഛന്മാരും ഈ രണ്ടുപേരും ഭാര്യയും ഭർത്താവടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ട ഒരു വിഷയമാണ്. വളരെ സജീവമായിട്ട് കേരളത്തിൽ ചർച്ച നടന്നതാണ്. ഭാര്യയും ഭർത്താവും വരുന്നു. അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞ് അവരുടെ രണ്ടുപേരുടെ അച്ഛന്മാർ അവരെ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്യാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഉറങ്ങിപ്പോകുന്നു. ഡ്രൈവ് ചെയ്ത ആൾ ഉറങ്ങിപ്പോകുന്നു. 4 പേരും അപകടത്തിൽപ്പെട്ട് മരണമടയും. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ രാത്രിയിലെ ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നങ്ങളെ പറ്റി പഠിപ്പിക്കുന്നില്ല. ഇതും ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലോ ഒന്നും നിരന്തരമായ പഠനങ്ങളോ അവബോധം കൊണ്ടുവരുന്ന സംഭവങ്ങളോ ഒന്നുമില്ല. അവയർനെസ് പ്രോഗ്രാംസോ ഒന്നുമില്ല. അങ്ങനത്തെ ഒന്ന്, റെഗുലറായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് പോലും അവർക്ക് ചിലപ്പോൾ അറിയണ്ടാവും, ഉറക്ക് വരുന്നതിൻ്റെ ഒരു ധാരണ ഉണ്ടാവും. ഉറക്ക് വന്നു കഴിഞ്ഞാൽ, ഉറക്ക് വരും തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ സൈഡാക്കി ഉറങ്ങുക, വേറെ ഓപ്ഷൻ ഇല്ല അവിടെ. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് 100% അവർ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അവരങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കൂടെയുള്ള ആളുകൾക്ക് അറിയില്ല അയാൾ ഉറങ്ങുകയാണോ ഉറങ്ങിപ്പോയെന്ന് അറിയില്ല. കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഉറങ്ങും, അതിൻ്റെ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ആൾ ഉറങ്ങും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത്തരം യാത്രകൾ പരമാവധി ടാക്സി ഡ്രൈവേഴ്സിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പം അമേരിക്ക പോലെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഒരു ആളെ വിദേശത്തേക്ക് യാത്ര അയക്കാനൊന്നും എല്ലാവരും കൂടെ കുടുംബസമേതം കാർ എടുത്തിട്ട് പോകുന്ന പരിപാടിയൊന്നുമല്ല അവിടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെയൊക്കെ ടാക്സി വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ടാറ്റ കൊടുത്തിട്ട് പറഞ്ഞയക്കുക എന്നുള്ളതാണ്, അവർ പോകുക എന്നുള്ളത്. ഇപ്പോൾ പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് അതിന് പ്രിപ്പയർഡ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട് റോഡിൽ കൊണ്ടുവരേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റംബിൾ സ്ട്രിപ്സ്. ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ശബ്ദമുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം അമേരിക്കയിലെ അത്തരം റംബിൾ സ്ട്രിപ്സ് കൊണ്ടുവന്നപ്പോൾ 50%, ഈ രീതിയിലുള്ള 50% അപകടങ്ങൾ കുറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ പെട്ടെന്ന് അമേരിക്കയിൽ റോഡ്, പാലം, മറ്റ് വലിയ വലിയ നിർമ്മിതികൾ, അതൊന്നും മാത്രമല്ല, അതിൻ്റെ കൂടെ ഓരോ സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോഴും ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുമ്പം ചില മെഡിസിൻ്റെ കൂടെ അതിൻ്റെ പാർശ്വഫലങ്ങൾ തടയാൻ വേണ്ടി മറ്റുള്ള ചില മെഡിസിൻസ് ആഡ് ചെയ്യുന്ന പോലെ ഇത്തരം റോഡുകളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് വലിയ റോഡുകളും വേഗതയേറിയ ട്രാക്കുകളുള്ള വേഗതയിൽ യാത്ര ചെയ്യാവുന്ന റോഡുകളൊക്കെ കൊണ്ടുവരുമ്പം അതിലുണ്ടാകുന്ന അപകടങ്ങൾ തടയാനുള്ള സംവിധാനങ്ങളും അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പം റോഡ് ഡിസൈനിങ്ങിലുള്ള പോരായ്മകൾ പരിഹരിക്കപ്പെടുകയും അനാവശ്യമായിട്ട് അസമയത്ത് തീരെ പ്രൊഫഷണൽ അല്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത ആളുകൾ ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടുകയും വേണം. അതിനാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അവയർനെസ് പ്രധാനമാണ്, എൻജിനീയറിങ് പ്രധാനമാണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. 5 E's വേണമെന്ന്. എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ മീൻസ് റോഡ് ട്രാഫിക് എഡ്യൂക്കേഷൻ, എൻജിനീയറിങ്, എൻഫോഴ്സ്മെൻറ്റ്, എമർജൻസി കെയർ ആൻഡ് ഇവാലുവേഷൻ. എല്ലാ കാര്യങ്ങളും റെഗുലറായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വീണ്ടും കാണാം.